ഏടിയാ മനുഷ്യനെ കൂട്ടിക്കൊണ്ട് പോകുന്നത്? എടി നീ ഇങ്ങോട്ട് പോ, ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് നിന്ന് പ്രാർത്ഥിക്ക്. എന്റെ ചേട്ടാനെ ഇവിടെ നിന്നിട്ട് പ്രാർത്ഥിച്ചോളൂ. എന്നാ നീ പ്രാർത്ഥിക്ക്, എങ്ങനെയെങ്കിലും നിന്റെ ആങ്ങളുടെ കല്യാണം മുടങ്ങിയാൽ മതി. ഒന്ന് കൈകൂപ്പി നിന്നാ പോരാ, നിന്റെ ആഗ്രഹം നീ പറ ദൈവത്തോട്. ദൈവമേ, എന്റെ ആങ്ങളെ പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്. ഒച്ചത്തിൽ പറയടി, എന്നാലേ ദൈവം കേൾക്കത്തുള്ളൂ. ഇതിൽ കൂടി എനിക്ക് ഒച്ചത്തിൽ കഴിയില്ല പറയാൻ. എടി നീ എങ്ങനെയെങ്കിലും പറഞ്ഞു തുലക്ക്, ആ കല്യാണം മുടങ്ങിയാ മതി. നിന്റെ ആങ്ങള കല്യാണം കഴിച്ച ഒരു പെണ്ണുമായിട്ട് വന്നതല്ലേ ആകെ പുലിവാലാവും. എന്റെ ആങ്ങളെ പെണ്ണ് കാണാൻ പോയിട്ടുണ്ട് ദൈവമേ, ആ കല്യാണം നടക്കാൻ പാടില്ലേ. ആങ്ങളൊക്കെ പെണ്ണ് പിടിക്കാണ്ട് പോണേ, ആ കല്യാണം നടക്കാണ്ട് പോണേ ദൈവമേ. ഇത് അച്ഛൻ. അത് ശരി, നിങ്ങൾ രണ്ടാളൊന്നും എന്റെ മോന്റെ കല്യാണം മുടക്കുന്നല്ലേ? അപ്പൊ അച്ഛനെല്ലാം കേട്ടു അല്ലേ? അവൻ നിന്റെ മൂത്ത സഹോദരനല്ലേ, അവനും കല്യാണം കഴിച്ച് ജീവിക്കണ്ടേ? ഓൻ കല്യാണം കഴിച്ച അച്ഛ സ്വത്തെല്ലാം വീതം വെക്കണ്ടേ? ഇതാകുമ്പോ എനിക്ക് മാത്രമേ കിട്ടൂ. അച്ഛ ഓളെന്തോ ഭ്രാന്ത് പറയുന്നതാണ്. ആ നീ മോശമൊന്നുമല്ല. അച്ഛ ഓളൊരു വിവരമില്ലാത്ത പെണ്ണല്ലേ? നിങ്ങൾ പറഞ്ഞിട്ടല്ല ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത്. ഓ, അപ്പൊ നിന്റെ പ്ലാനാന്നല്ലേ? അതെ അച്ഛാ, എന്റെ കെട്ടിയോണ്ട് പണി ഇതെല്ലാം. അച്ഛ ഞാൻ പോകുന്നേ, എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. നിങ്ങളെ ഓടെല്ലാം മനസ്സിൽ ഞാനും വരുന്നുണ്ട്.